ഹലോ, നമസ്കാരം. ഒരു പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അങ്ങനെ നാട്ടിലേക്ക് പോകാറായി. ഇപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന്. നാട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ആഫ്റ്റർ ലോങ് 3 years വി ആർ ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ആണ് പറയുന്നത്. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് മനസ്സിൽ പറയുക, 3 Idiots സിനിമ കണ്ടിട്ടില്ലേ? അതിൽ നമ്മുടെ സൈലൻസർ എന്ന് പറഞ്ഞ കഥാപാത്രം ഫോങ്സുക് വാങ്ഡുവിൻ്റെ അമീർ ഖാൻ്റെ കഥാപാത്രത്തെ കാണാൻ പോകുന്ന ഒരു സീനുണ്ട്. അതിൽ ആ അമീർ ഖാനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ കൊണ്ടുപോകുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോന്ന് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ഹാൻഡ് മെയ്ഡ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരിടത്ത് കഴിക്കുമ്പോൾ ഇതൊക്കെ അവൻ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ ചിന്ത പോകുന്നത് ഈ പറയുന്ന ഹാൻഡ് ബാഗിൽ എന്തൊക്കെയായിരിക്കും, ആ യുണീക്കായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് നാട്ടിലോട്ട് ഒരു പ്രവാസിയതിന് ശേഷം പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു യുണീക്നെസ് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പല പല രാജ്യങ്ങളിലെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ വളരെ എനിക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചോക്ലേറ്റുകളെ പറ്റി കുറച്ചൊക്കെ നോക്കി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ പെട്ടി പാക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ ഇതിൻ്റെ പ്രൈസൊന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് വാങ്ങിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ആൻഡ് വെൽക്കം ടു അഖിലേഷ്യസ്. സോറി, അങ്ങനെ ഒരു സിഗ്നേച്ചർ വീഡിയോ ഇവിടെ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ കാണിക്കുമ്പോൾ, കൈ ഇങ്ങനെ വിരിക്കുമ്പോൾ വെൽക്കം ടു അഖിലേഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കൊരു 1000 ഫോളോവേഴ്സൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോക്ലേറ്റ്, ടോബ്ലറോൺ. സോ ടോബ്ലറോൺ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ഒരു 501 ബാറിൻ്റെ ഒരു കനമൊക്കെ ഉണ്ട്. ഇത് 500 ഗ്രാമിൻ്റെയാണ്, 340 ഗ്രാം, 500 340 ഗ്രാമിൻ്റെയാണ്. ഇത് നമ്മൾ ആദ്യം കോസ്കോന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കോസ്കോയിൽ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഓൾറെഡി കോസ്കോയിൽ ഉണ്ടായിരുന്നു, പല വീഡിയോസിലും കണ്ടപ്പോൾ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ വാങ്ങിയത് B&M എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് സ്റ്റോറുകളെ അപേക്ഷിച്ച് B&M കുറച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസിലൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റോറാണ്. ഇറ്റ്സ് മെയ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പല പല രാജ്യങ്ങളിലെ പല പല ചോക്ലേറ്റ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ചോക്ലേറ്റാണ്. അത് മാത്രമല്ല, ഇത് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, നമ്മളിൽ പലരും ടേസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കൂടിയാണ്. സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്, ടോബ്ലർ ഈ ടോബ്ലർ എന്ന് പറയുന്നത് തിയോഡോർ ടോബ്ലർ പ്ലസ് ടെറോൺ എന്ന് പറയുന്നത് ഒരു ന്യൂഗറ്റിൻ്റെ പേരാണ്. ന്യൂഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു ഫില്ലിങ്ങാണ്. ഈ ന്യൂഗറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ എഗ് വൈറ്റ്, റോസ്റ്റഡ് നട്ട്സ്, ഹണി, ഷുഗർ ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നൊരു ഫില്ലിങ്ങാണ് ന്യൂഗട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേരിൻ്റെ ഉത്ഭവം. ഈ പ്രിസം ഷേപ്പ് അവരെ യുണീക്നെസ്സിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയതാണ്. അപ്പോൾ ഈ ടോബ്ലർ പിന്നെ എറിക് ബോമൻ എന്ന് പറഞ്ഞ 2 കസിൻസ് ഒരു 117 വർഷം മുന്നേ ഇങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളൊരു ഷേപ്പിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അപ്പോൾ അവിടുത്തെ ചോക്ലേറ്റാണ്. ഇറ്റ്സ് നോവെയർ എൽസ് ഇസ് മെയ്ഡ്. സ്ലോവാക്യയിൽ മാത്രം ഒരു ചെറിയ ശതമാനം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് കം സ്ട്രെയിറ്റ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. ലോകത്ത് വേറെ എവിടെയും ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇല്ല. സോ ഇത് കണ്ടില്ലേ, ഈ ഒരു മൗണ്ടെയിൻ, ഇത് ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു
മാൻഹാട്ടനല്ല MA വെച്ചിട്ടുള്ളൊരു പർവ്വതമാണ്. അതിൻ്റെ അകത്തൊരു ഹിഡൻ ബെയർ ഉണ്ട്. ഈ ബെയറിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേൺ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഇത് തുടങ്ങിയത്. അപ്പോൾ ആ ബേൺ പറയുന്നത് സിറ്റി ഓഫ് ബെയർസ് എന്ന് പറഞ്ഞാണ് ആ നാടിൻ്റെ പേര്. അതിൻ്റെ ഒരു ഹോമേജ് ആയിട്ടാണ് ഈ ഒരു സിമ്പിളിൻ്റെ അകത്തൊരു ഹിഡൻ ബെയർ അവർ വെച്ചിരിക്കുന്നത്. പല ടൈപ്പിലുള്ള ഫ്ലേവേഴ്സ് അവർ ഇറക്കി പല സമയത്തും. പക്ഷേ ഈ ഒരു ഫ്ലേവറാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ എയ്റ്റ്. ഇവിടുത്തെ എല്ലാ ഒരു സെലിബ്രേഷൻ സമയത്തും അല്ലെങ്കിൽ ക്രിസ്മസ് ആ സമയത്തൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. എനിക്കും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റാണ്. കാരണം ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റ്സ് ആയിട്ടാണ് ഇതിനകത്ത് ചോക്ലേറ്റ് വെച്ചിരിക്കുന്നത്, ഒരു സ്ക്വയർ പോക്കറ്റ്സിൽ. മാത്രമല്ല ഇത് ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറാണ്. അത് ആ കളർ വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇത് റൗണ്ട് ട്രീ എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നിർമ്മിച്ച ഒരു സാധനമാണ്. പക്ഷേ റൗണ്ട് ട്രീയെ ഓൾറെഡി നെസ്ലെ അക്വയർ ചെയ്തു. എനിക്ക് തോന്നുന്നു 1990s തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നെസ്ലയുടെ കീഴിലാണ് ആഫ്റ്റർ എയ്റ്റ് എന്നുള്ള പ്രയോഗം തന്നെ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഡിന്നറിന് ശേഷം കഴിക്കാൻ പറ്റിയ ഒരു കൺഫെക്ഷനറി എന്നുള്ള രീതിയിലാണ് അവർ മാനുഫാക്ചർ ചെയ്തത്. പക്ഷേ ഇത് എപ്പോഴും കഴിക്കാം, നല്ലൊരു അടിപൊളി സാധനമാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ചോക്ലേറ്റ് ക്വാളിറ്റി സ്ട്രീറ്റ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് ക്വാളിറ്റി സ്ട്രീറ്റ്. ഇത് പക്ഷേ പാക്കേജിങ് പ്ലാസ്റ്റിക്കാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും മറ്റേ തുന്നുന്ന സാധനങ്ങളും സ്യൂയിങ് ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത് ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ആ പഴയ തകരപ്പെട്ടിയിലാണ് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഒരു നെസ്റ്റാൾജിയ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയാൻ പറ്റില്ല. അതിൻ്റെ ആ പാക്കേജിങ്ങിന് ഒരു പ്രത്യേക ഫീലാണ്. പക്ഷെ അത് ഇതിന് കിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു സ്മരണകൾ ഉണർത്താൻ എവിടെയൊക്കെയോ ക്വാളിറ്റി സ്ട്രീറ്റിന് സാധിക്കും. പക്ഷെ അത് മക്കിൻടോഷ് ക്വാളിറ്റി സ്ട്രീറ്റാണ്, ഇത് നെസ്ലെയാണ്. കാരണം മക്കിൻടോഷ് എന്ന് പറയുന്നത് ജോൺ മക്കിൻടോഷ് അല്ലെങ്കിൽ അവരുടെ വൈഫും വയലറ്റ് മക്കിൻടോഷ്, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ടോഫി അവർ നിർമ്മിച്ചത്. പിന്നീട് റൗണ്ട് ട്രീ എന്ന് പറയുന്ന UK ബേസ്ഡ് കമ്പനി അവർ അക്വയർ ചെയ്തു. പിന്നെ റൗണ്ട് ട്രീനെ നെസ്ലെ അക്വയർ ചെയ്തു 1990. അപ്പോൾ നെസ്ലെയാണ് ഇപ്പോൾ ക്വാളിറ്റി സ്ട്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ക്വാളിറ്റി വൈസ് ഇസ് ബെറ്റർ. ഐ മീൻ മച്ച് ബെറ്റർ ദാൻ എനി അതർ ചോക്ലേറ്റ്സ് ഐ വുഡ് സേ. പിന്നെന്താ പറയുക, ആ ഒരു ഹിസ്റ്ററിയുടെ ആ ഒരു ഗുണം ഈ ചോക്ലേറ്റിനും ഉണ്ട്, ഈ പ്രൈസും ഉണ്ട് ഇതിന്. പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ നാട്ടിലായാലും ക്വാളിറ്റി സ്ട്രീറ്റ് കിട്ടുമ്പോൾ ആൾക്കാർക്കൊരു പ്രത്യേക ഫീലാണ്. ഈ പറയുന്ന പല നിറങ്ങൾക്കും പല ഫ്ലേവേഴ്സുമാണ്. പക്ഷെ അവർ ആ റാപ്പിങ് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു റാപ്പിംഗ് ഇല്ലേ, നമ്മുടെ ഡയറി മിൽക്കൊക്കെ തുറക്കുമ്പോൾ ഉള്ള സ്വർണ്ണക്കടലാസിൻ്റെ ആ ഒരു സാധനം മാറ്റിയിട്ട് ഒരു മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പാക്കി. അതെനിക്ക് താല്പര്യപ്പെട്ടില്ല. പക്ഷേ സ്റ്റിൽ ദ സെയിം. പിന്നെ ഈ ക്വാളിറ്റി സ്ട്രീറ്റ് എന്നുള്ള പേര് സ്കോട്ടിഷ് നോവലിസ്റ്റായ JM ബാരിയുടെ ഒരു എന്താ പറയുക നാടകം അല്ലെങ്കിൽ പ്ലേ ആണ് ക്വാളിറ്റി സ്ട്രീറ്റ്. അങ്ങനെയാണ് ഈ മക്കിൻടോഷ് ക്വാളിറ്റി സ്ട്രീറ്റ് എന്നുള്ള പേര് വരാൻ കാരണം. പിന്നെ ഈ മക്കിൻടോഷ് ഒരു തലേക്കല്ലായിരുന്നു. പുള്ളിക്കാരൻ സ്വയം കിങ് ഓഫ് ടോഫി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് പിടിച്ചടക്കിയത്. ബട്ട് സ്റ്റിൽ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന് പറയുന്ന ക്വാളിറ്റി സ്ട്രീറ്റാണ്. നെക്സ്റ്റ് ചോക്ലേറ്റ് ലിൻറ്റിൻ്റെ ഒരു ഏകദേശം 10, 12, 15 ഫ്ലേവേഴ്സെങ്കിലും ഉണ്ട്. നമ്മളൊരു 3 ഫ്ലേവേഴ്സാണ് വാങ്ങിയേക്കണേ. ഐ മീൻ മിൽക്ക്, പിസ്താഷ്യോ, പിന്നെ ഇത് അസോർട്ടഡ്. ഈ അസോർട്ടഡിൽ എനിക്ക് തോന്നുന്നു വൈറ്റ്, ഹേസൽനട്ട്, മിൽക്ക്, എക്സ്ട്രാ ഡാർക്ക്, ഈ 4 വേരിയൻസാണ് ഇതിൽ വരുന്നത്. ഇതിൽ തന്നെ ഈ പിസ്താഷ്യോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് മാത്രമല്ല, അന്ന് ജ്യോതിയും പറയുന്നുണ്ടായിരുന്നു മറ്റേ നമ്മുടെ കോസ്കോയിൽ പോയപ്പോൾ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഭയങ്കര സ്മൂത്താണ് ആ ഒരു ടേസ്റ്റ്. പിസ്താഷ്യോയുടെ അടിപൊളിയാണ്. ലിൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ലൈനിൻ്റെ പേരാണ് ലിൻഡോർ എന്നുള്ളത്. ലിൻഡ് സ്വിറ്റ്സർലാൻഡ്, അഗെയിൻ നമ്മുടെ അടുത്ത രാജ്യവും കവർ ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ ടോബ്ലറോൺ സ്വിറ്റ്സർലാൻഡാണ്, ഇതും സ്വിറ്റ്സർലാൻഡാണ്. കിൽസ്ബേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. മാത്രമല്ല അറൗണ്ട് 12 മാനുഫാക്ചറിങ് സൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഇന്ത്യയിലില്ല. ലിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്മൂത്ത് ഫ്ലേവറാണ് ചോക്ലേറ്റിൻ്റെ. ആ ഒരു കോഞ്ചിങ് മെഷീൻ കണ്ടുപിടിച്ച ആളാണ് റുഡോൾഫ് ലിൻറ്റ്. പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ്സിങ് ഒക്കെ നമുക്ക്
അവിടുത്തെ മ്യൂസിയം പോയി കണ്ടതിന് കാണാൻ പറ്റും. സ്വിറ്റ്സർലാൻഡ് കിൽസ്ബേൺ എന്ന സ്ഥലത്ത്. സ്റ്റിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആൻഡ് വൺ ഓഫ് ദി ഫേമസ്. അടുത്തത് ടീ കേക്ക്സ് ഫ്രം ടനോക്സ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു നൊക്ലാച്ചിയ സാധനമില്ലേ. ഇതിൻ്റെ പുറകിൽ എൻ്റെ ഹിസ്റ്ററിയും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ടീ കേക്കാണ്, ഇങ്ങനെ ഈ ഉണ്ട പോലത്തെ. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴത് കണ്ടത്. സ്കോട്ട്ലൻഡാണ്, മെയ്ഡ് ഇൻ സ്കോട്ട്ലൻഡ്. തോമസ് ടണ്ണോക്ക് എന്ന് പറഞ്ഞ പുള്ളി 1890 ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് സെയിം പാക്കേജിങ്, സെയിം റാപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം കണ്ടില്ല, നമ്മുടെ ചക്രം പോലെ ഇരിക്കണ ആ ഒരു എന്താ പറയുക, ആ ഒരു പാക്കേജിങ്, ആ പാക്കേജിങ് വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു നൊസ്റ്റാൾജിയ വൈബൊക്കെ കിട്ടാൻ വളരെ ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഇത് കഴിക്കാനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ കഴിച്ചത് കാണിച്ചു തരാം. ഈ കണ്ടോ റാപ്പിംഗ് കണ്ടോ, ഇതിങ്ങനെ ഉണ്ട പോലെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് വിപ്ഡ് ക്രീം ഉണ്ട്, എഗ് വൈറ്റ്. പിന്നെ താഴെയായിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് ബ്രെഡിൻ്റെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഫീലുണ്ട്. അപ്പോൾ ആ റാപ്പിംഗ് ഉണ്ട്. കഴിഞ്ഞ 50 വർഷമായിട്ട് സെയിം റാപ്പിംഗ്, ഒരു മാറ്റമില്ല. ഞാൻ സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല വർക്ക് പ്ലേസിലും ഇത് ആൾക്കാർ കഴിക്കണുണ്ട്. ഈ ഒരു ലെവല് വിപ്ഡ് എഗ് വൈറ്റും താഴത്തെ ആ ഒരു ക്രഞ്ചി ഫീലിങ്ങും. അങ്ങനെ മട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. സ്റ്റിൽ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ തന്നെ ഉണ്ടോ കാരമൽ വേഫറുണ്ട്. ഈ ഒരു പാക്കേജിങ്ങും ഇതിൻ്റെ അകത്തുള്ള വേഫറും എല്ലാം 50 വർഷമായിട്ട് സെയിം തന്നെ. ഈ പറഞ്ഞ ഈ ഒരു ബോയുടെ സിമ്പിൾ ഇതൊക്കെ അവരുടെ ട്രേഡ് മാർക്കാണ്. ടണ്ണോക്സ്, മെയ്ഡ് ഇൻ സ്കോട്ട്ലൻഡ്. Then comes my personal favorite, Tony's Chocolonely. ഞാനിപ്പോൾ 2 വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ 1-2 കൂടി വാങ്ങണം എനിക്ക്. ഇതിൻ്റെ തന്നെ ഒരു കുറച്ച് പ്രൊഡക്റ്റ് വേരിയൻസ് ഉണ്ട്. ഇത് മിൽക്ക് ക്രീമി, ഹേസൽനട്ടും മിൽക്കും. ഈ ടോണീസ് ചോക്കോലോൺലി എന്ന് പറയണത് ഈ പറഞ്ഞ ഇറ്റ്സ് മെയ്ഡ് ഇൻ നെതർലാൻഡ്സ്, ഡച്ച് ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ ഒരു 4ാമത്തെ രാജ്യം കേട്ടോ. അപ്പോൾ ഈ ടോണീസ് എന്ന് പറയുന്നത് ട്യൂ വാൻഡർ ഹൂസൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേരിൻ്റെ ഒരു വ്യത്യാസം അറിഞ്ഞൂടെ, വായിക്കൊള്ളില്ല. അപ്പോൾ ഈ ട്യൂനെ കണ്ട വായിക്കണേ. അപ്പോൾ ആ പുള്ളിയുടെ പേരാണ് ടോണീസ്. പിന്നെ ചോക്കോലോൺലി എന്ന് പറയുന്നത് പുള്ളി ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ എലോണാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചോക്കോലോൺലി എന്ന് ഇട്ടേക്കണേ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയുടെ സ്റ്റോറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം എന്നല്ല, മുമ്പും കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം കഴിച്ചതിൻ്റെ റാപ്പ് ഇങ്ങനെ സൂക്ഷിച്ചത് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് തുറക്കുമ്പോൾ തന്നെ ദിസ് ഈസ് ഇമ്പാക്റ്റ്, അവരുടെ ഒരു എഴുത്തൊക്കെ ഉണ്ട്. ഈ ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ സ്ലേവറി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ദേ ഡു എക്സിസ്റ്റ്. അപ്പോൾ ഈ സ്ലേവറി ഒഴിവാക്കാൻ അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് കൊക്കോ സോഴ്സ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടി പുള്ളി ഒരു റെവല്യൂഷൻ പോലെ തുടങ്ങിയ പരിപാടിയാണ് ഈ ടോണീസ് ചോക്കോലോൺലി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. മറ്റ് ചോക്ലേറ്റ് പോലെ തലയ്ക്ക് മട്ടിക്കലോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എങ്കിൽ കൂടിയും നമ്മൾക്കിങ്ങനെ ഇത് തുറന്നിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നമ്മളൊരു വേറെ ലോകത്തിരുന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കടിച്ച് തിന്നുന്ന ഫീലാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് മറ്റ് ചോക്ലേറ്റിൽ അപേക്ഷിച്ചിട്ട്. പറ്റുമെങ്കിൽ കുറച്ചുകൂടി വാങ്ങണം. പിന്നെ ഇത് ചൂവി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിഡിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ചൂവിയാണ് സംഭവം, കുഴപ്പമില്ല, ഇഷ്ടമാവും. ഫ്ലേവറിങ് പല ഫ്ലേവേഴ്സ് ഉള്ളത്, ഫ്രൂട്ടി ഫ്ലേവറൊക്കെ ഉള്ളത്. പിന്നെന്താ, ലിഡിൽ ഞാൻ ഓരോ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവിടെയൊക്കെ പർച്ചേസ് ചെയ്യണ വീഡിയോ ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ലിഡിൽ ഈസ് ജർമ്മൻ ഡിസ്കൗണ്ട് റീറ്റെയിലർ. അവർക്ക് ഇങ്ങനെ ഒരു വേൾഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ലൈനുണ്ട് 2008 മുതൽ. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ലൈനിൽ നിന്ന് എടുത്താണിത്. അതുകൂടാതെ
ഇറ്റാലിയാമോ, അപ്പോൾ മെയ്ഡ് ഇൻ ഇറ്റലി. അപ്പോൾ അതും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ആയതുകൊണ്ട്, ഇറ്റലിയുടെ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. മിൽക്ക് ആൻഡ് ഹണി ഷോർട്ട് ബ്രെഡാണ് സംഭവം, ഇറ്റാലിയാമോ എന്ന് പറയുന്നത്. നോവോലിനി ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണാനും നല്ല രസമുണ്ട്, കഴിക്കാൻ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോർട്ട് ബ്രെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കംസ് എഡിൻബറയുടെ സ്വന്തം മുത്ത് പാറ്റേഴ്സൺസ്. ഇത് ഞങ്ങൾ എഡിൻബറയിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പാറ്റേഴ്സൺസിൻ്റെ ഈ ഒരു ഷോർട്ട് ബ്രെഡ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഈ ഒരു തകരപ്പെട്ടിയാണ് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഒരു ഇഷ്ടം, അതിൻ്റെ ഒരു അട്രാക്റ്റിംഗ് സംഭവം. ക്രിസ്മസിൻ്റെ ഈ ഇടയ്ക്ക് ഇതേ ഇപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള തകരപ്പെട്ടികൾ അവർ പിന്നെ കൊണ്ടുവന്നു. നമ്മുടെ ഡിയറിൻ്റെ സിമ്പലൊക്കെ ഉള്ളത്, അത് വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇത് സ്റ്റിൽ ഗുഡ്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ബട്ടർ കുക്കീസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഫീലല്ലേ. ഈ പറഞ്ഞ തകരപ്പെട്ടി, ഈ പറഞ്ഞ പാക്കേജിങ് എനിക്കൊരു വീക്ക്നെസ്സാണ്. പിന്നെ ഒരു 125 വർഷത്തെ പഴക്കമുണ്ട് ഇവരുടെ ഒരു ഷോർട്ട് ബ്രെഡിൻ്റെ ഈ കമ്പനിയുടെ ഹിസ്റ്ററിക്ക്. സോ ഇറ്റ്സ് വർത്ത്. നെക്സ്റ്റ് കംസ് റോയൽ ഡാൻസ്ക്. റോയൽ ഡാൻസ്ക് എന്ന് പറയുന്നത്, ഡാൻസ്ക് എന്ന് പറഞ്ഞാൽ ഡാനിഷ് എന്നാണ് അർത്ഥം. ഈ മേളിൽ കാണുന്ന ആ ഒരു വില്ലേജിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്, മെയ്ഡ് ഇൻ ഡെൻമാർക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു രാജ്യം കൂടിയായി ഡെൻമാർക്ക്. അപ്പോൾ ഇത് സാധനം എനിക്ക് ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പെട്ടിയുമാണ്, കുക്കീസുമാണ്. ഇതെനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. എനിക്ക് പണ്ട് അങ്കിൾമാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കണമെങ്കിൽ ചെറിയൊരു ഓർമ്മ ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് കൊണ്ടുവന്നതിൽ വൺ എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു വീട്ടുകാർ കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കും. ഈ തകരപ്പെട്ടി കാണുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, ലെറ്റ്സ് സീ. പിന്നെ കോസ്കോന്ന് വാങ്ങിച്ച മാർസിൻ്റെ ഒരു എന്താ പറയുക അസോർട്ടഡ് സ്നിക്കേഴ്സ്, ബൗണ്ടി, ട്വിക്സ്, മാർസിൻ്റെ ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഡിവൈഡ് കൊടുക്കുമ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് തോന്നുമല്ലോ. മാർസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൺഫെക്ഷണറി ഗ്രൂപ്പാണ്, US ബേസ്ഡ്. പക്ഷേ ഈ മാർസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്ലാക്ക് കളർ ചോക്ലേറ്റ് ഉത്ഭവം സ്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ഹൈവേക്കുമിൻ്റെ അടുത്താണ് സ്ലോ. 1932 മാർസ്, ഫോറസ്റ്റ് മാർസ് എന്ന് പറഞ്ഞ പുള്ളി ഈ പറഞ്ഞ മാർസിൻ്റെയൊക്കെ എന്താ പറയുക പൈനിയേഴ്സായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം, ഹിസ്റ്ററി. ദെൻ നെക്സ്റ്റ് രാജ്യം ഫ്രാൻസ്. ചോക്ലേറ്റ് മാറ്റിസ് ഫ്രഞ്ച് കൊക്കോ ട്രഫിൾസ്. ഇത് എനിക്കറിയാൻ പാടുന്ന സംഭവം. നമ്മൾ ഈ പറഞ്ഞ പല പല രാജ്യത്ത് സാധനം കൊണ്ടുവരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർവൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ചോക്ലേറ്റിൻ്റെ കേക്കൊക്കെ പോലത്തെ ഒരു ഫീലായിരിക്കണം. നാട്ടിൽ പോയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയും നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ സ്മാർട്ടീസ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനം നമ്മൾ കോസ്കോന്ന് വാങ്ങിച്ചാണ്. കോസ്കോ വീഡിയോ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്മാർട്ടീസ് അഗെയിൻ റൗണ്ട് ട്രീ എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇന്ന് നെസ്ലയുടെ കീഴിലാണ് സ്മാർട്ടീസ്, നമ്മുടെ ജെംസ് മിഠായിയൊക്കെ പോലെ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് ആൾക്കാർക്ക് കൊടുക്കാം. ഓക്കെ. ദെൻ കംസ് ഹാരിബോ. UK വന്ന ഒരാൾക്കും എന്താ പറയുക എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹാരിബോ. കാരണം ഏതൊരു വർക്ക് പ്ലേസിൽ എന്തൊരു ബർത്ത്ഡേ എന്തൊരു സെലിബ്രേഷൻ ഉണ്ടായില്ല അപ്പം തന്നെ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ UK ടീനേജേഴ്സൊക്കെ കഴിക്കുന്ന ഒരു ഗമ്മീസാണ് ഹാരിബോ. ഇങ്ങനെ ചവച്ച് കഴിക്കാം, നല്ലൊരു പ്രത്യേക ഫീലാണ്. ഹാരിബോ ഇറ്റ്സ് ജർമ്മൻ കമ്പനി. അപ്പോൾ നമുക്കൊരു ജർമ്മൻ ബേസ്ഡ് സാധനം കൂടിയായി. ഓക്കെ. പിന്നെ നമ്മുടെ ഗോൾഡ് കോയിൻസ്. വീണ്ടും എനിക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സാധനമാണ് ഗോൾഡ് കോയിൻസ്. പണ്ട് ഗൾഫിൽ നിന്ന് അങ്കിൾമാർ കൊണ്ടുവരുന്ന ഒരു സാധനം. ഇത് UKയുടെ പൗണ്ടിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ സാധനമാണ് ഗോൾഡ് കോയിൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചെന്നുള്ളൂ. പിന്നെ ഇത് ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഞാൻ കുറച്ചൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ നോക്കാം. ഐ വിൽ ട്രൈ.
പിന്നെ ജാഫ കേക്ക്സ്. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അധികം. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, എവിടെ വന്നപ്പോൾ കണ്ടാണ് ഇത് ജാഫ കേക്ക്സ്. ഇത് ഒരു ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഒരു വട്ടത്തിലുള്ള ബിസ്ക്കറ്റ് പോലെ ഇരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്, വാങ്ങിച്ചിട്ട് പോകുന്നത് കരുതി. പിന്നെ ബോർഡർ ബിസ്ക്കറ്റ്സ്, സ്കോട്ട്ലൻഡിൻ്റെ നമ്പർ 1 പ്രീമിയം ബിസ്ക്കറ്റ് ബോർഡർ ബിസ്ക്കറ്റ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് വലിയതായിട്ട് അറിയില്ല. ഇത് വിയന്നീസ് സ്വേൾസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. ഈ സ്വേൾ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ വിയന്നീസ് സ്വേൾസ് എന്ന് പേരിട്ടിരിക്കുന്നത്. മെയ്ഡ് ഇൻ സ്കോട്ട്ലൻഡ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മിഠായിയുടെ ശേഖരം. പറഞ്ഞുകൂടി ഉണ്ട്. ആന്തോൺബർഗ്, മെയ്ഡ് ഇൻ സ്കോട്ട്ലൻഡ്, ഡാനിഷ് ബ്രാൻഡാണ്. ഇത് നമ്മൾ കോസ്കോന്ന് വാങ്ങിയതാണ്. ഇത് ഈ കാണുന്ന ചെറിയ ചെറിയ ലിക്കറിൻ്റെ ഷേപ്പിലുള്ള ലിക്കർ ഫിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ലിക്കർക്ക് കൊടുക്കുന്ന എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. ഞാൻ ഇത് കഴിച്ചിട്ടേ ഇല്ല, പണ്ടേ കഴിച്ചിട്ടുണ്ടാവും, ഓർമ്മയില്ല. ഈ പറയുന്ന പല പല ലിക്കേഴ്സ് കണ്ടോ, അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. സിൻസ് 1884, മോർ ദാൻ 100 years ഓൾഡാണ് അവരുടെ ബ്രാൻഡ്. ഐ എം മോർ എക്സൈറ്റഡ് ടു ഹാവ് ദിസ് വൺ. ദെൻ കംസ് ചോക്ലേറ്റുകളിലെ രാജാവ്, ബെൽജിയൻ ചോക്ലേറ്റ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ് എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ബെൽജിയൻ ചോക്ലേറ്റ്സ് ആയിരിക്കും വരുന്നത്. കാരണം അവരുടെ ഫൈൻ ക്വാളിറ്റി, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കോക്കോ ബീൻസൊക്കെ ഉപയോഗിച്ച് ഹാൻഡ് ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന പല പല ചെറിയ 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 ചോക്ലേറ്റ്സ്. ബെൽജിയം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ബെൽജിയം ചോക്ലേറ്റ് കഴിക്കണം. അപ്പോൾ ബെൽജിയം ചോക്ലേറ്റ് എന്താ പറയുക, നമ്മുടെ ലിഡിലും അവൈലബിളാണ്. ഇത് JD ക്രോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഈ പറഞ്ഞ സീഷെൽസിൻ്റെ ഷേപ്പിലുള്ളത്. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ടു ഹാവ് ദിസ് വൺ. തോൺട്ടൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ പറഞ്ഞ ഗിഫ്റ്റ് പോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ്, ഇതും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സെക്ഷൻസ് ഏകദേശം വൈൻഡപ്പായി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം, വിച്ച് ഈസ് കോസ്മെറ്റിക്സ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ കോസ്മെറ്റിക്സ് എഴുതി കാണിക്കണം, വേണ്ട. കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇംപീരിയൽ ലെതറിൻ്റെ സോപ്പും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ പാത്ത് സോക്ക് എന്ന് പറയുന്ന ഈ ബോഡി വാഷ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇംപീരിയൽ ലെതറിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു റഷ്യൻ ലെതറിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇംപീരിയൽ ലെതർ എന്ന് പറഞ്ഞ ഈ സോപ്പ് അവർ നിർമ്മിച്ചത്. ഈ PJ കസൺസ് അങ്ങനെ എന്താണ്ട് പറയുന്നൊരു UK പുള്ളിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ സോപ്പിനൊക്കെ റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങൂ ഇംപീരിയൽ ലെതർ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരിത് മാർക്കറ്റ് ചെയ്തത്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ട് സംഭവം, പക്ഷേ വളരെ കട്ടിയല്ലേ, ഒരു എറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ വീഴും. നല്ല കട്ടി ഈ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തത്. കൊള്ളാം. പിന്നെ നിവ്യ ക്രെം, ഇത് ഡാഡിക്ക് വാങ്ങിച്ച, ഡാഡി ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ്. സംഭവം ജർമ്മനാണ്. പുള്ളി ഗൾഫിലായിരുന്ന കാലം മുതൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പുള്ളീനെ ഓർമ്മ വരും. അപ്പോൾ നിവ്യ ക്രെം. ദെൻ മിച്ചം ഇസ് റിയലി ഗുഡ്. ഈ സാധനം ഉണ്ടല്ലോ, നല്ല കിടിലമാണോ. ഇത് നമ്മുടെ അണ്ടർ ആംസ് ആണ്. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോവുക. ഇത് സ്വെറ്റൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. മെൻസിൻ്റെ ആയിട്ട് സാധനം, അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ്. സാധാരണ റോളോണേക്കാട്ടും കുറച്ചുകൂടിയും പ്രൈസ് ഉണ്ട്. പിന്നെ ബ്രൂട്ടിൻ്റെ ഒരു സോപ്പ്, ഇതും ഡാഡീനെ ഓർമ്മ വരും. പുള്ളിയും ബ്രൂട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ബ്രൂട്ട്. പിന്നെ ബ്രൂട്ടിൻ്റെ തന്നെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, അതെവിടെ കാണുന്നില്ല, ഇവിടെ എവിടെയുണ്ട്. പിന്നെ ട്രെസമ്മേ വാങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന സമയം മുതൽ ട്രെസമ്മേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത് ട്രെസമ്മേ ആയിരുന്നു ഒരു സമയത്ത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്
കുറച്ച് നാളെ നിൽക്കും. അത് കൂടാണ്ട് നല്ലൊരു ബ്രാൻഡുമാണ് ട്രെസമേ ഒരു US ബ്രാൻഡാണ്. പക്ഷേ ഇപ്പോൾ അത് യൂണിലിവറിൻ്റെ കീഴിലാണ് ട്രെസമേക്ക് പല വേരിയൻസ് ഉണ്ട്. ഇറ്റ്സ് വർത്ത് ബൈയിങ്. കാരണം ആദ്യം ട്രെസമേ എന്താ പറയുക, ബ്യൂട്ടി സലൂൺസിലൊക്കെ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് യൂസ്ഡ് ബൈ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ടാഗ് ലൈൻ തന്നെ. ഇതൊരു 5 വാങ്ങിച്ചാൽ തന്നെ 5 കിലോ ആയി. നല്ല പാര. പിന്നെ എല്ലാ ടൂൺ ട്രൂ ലവ് ഇമ്പൾസ്. ഇത് ഒരു കുഞ്ഞു സ്പ്രേ. എല്ലാ ടൂൺ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫുട്ബോളറാണ്. പുള്ളിക്കാരത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇമ്പൾസ് ഇറക്കിയിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല സ്മെല്ലാണ്. വർത്ത് ബൈയിങ്. പിന്നെ ലിൻസ്. ഇതുണ്ടല്ലോ മക്കളെ, എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. 12 hours റിഫ്രഷിങ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത് നമ്മൾ കുളിക്കാൻ നേരത്ത് ഇട്ടിട്ടുണ്ടെങ്കിലല്ല, ഒരു എന്താ പറയുക, 500 മീറ്റർ അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് ഒരു മണം കിട്ടും. അതുപോലത്തെ മണം, ഒട്ടുക്കത്തെ മണം. ഇത് ആഫ്രിക്കൻ മീഡ് എന്തോ സാധനം ഒന്നുമാണ്, യൂണിലിവറിൻ്റെ ആണ്. നല്ല കിട്ടില്ല മണം അത്. ഓക്കെ, ഇനി കുറച്ച് ഐറ്റംസ് നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാർക്ക്. അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അത് ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. ഇത് ടെൻഡർ ആംബർ എന്ന് പറഞ്ഞിട്ട് സാറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച സാധനമാണ്. നമ്മുടെ ജീവയില്ലേ, ഹോസ്റ്റ് അപർണ തോമസ് ആൻഡ് ജീവ, അവരുടെ ഒരു വീഡിയോ കാണാൻ ഞാൻ ഇടയായി, പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷനെ പറ്റി. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമിനെ പറ്റി ഞാൻ അറിവ് ലഭിക്കുന്നത്. സംഭവം EDP ആണ്. അപ്പോൾ പെർഫ്യൂമിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ അനുസരിച്ചിട്ട് പല വേരിയൻസ് ഉണ്ട്. UD ടോയ്ലറ്റ്, UD പെർഫ്യൂം ആൻഡ് പെർഫ്യൂം. അപ്പോൾ 40% കണ്ടാണ് പെർഫ്യൂം വരുന്നത്. പിന്നെ ഈ 20 to 30% ആണ് നമ്മുടെ EDP ആണ് പൊതുവേ വരുന്നത്. EDT 20% കണ്ടായിരിക്കും പെർഫ്യൂം ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു കണ്ടൻറ്റ്. ബാക്കിയൊക്കെ ഈ ആൽക്കഹോൾ, ഈ പറഞ്ഞ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരിക്കും. ഇത് ആംബറിൻ്റെ അടിപൊളി സാധനമാണ്. ഇതെനിക്ക് അവിടെ വെച്ചെന്തോ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കി, സാറയിൽ വെച്ചിട്ട്. സാറ വ്ളോഗ് കണ്ടവർക്ക് കാണാൻ പറ്റിയത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ സാറയിൽ നിന്ന് വാങ്ങിച്ച ഒരു ട്വിൻ പാക്കാണിത്. ഇത് നല്ല ഫ്ലോറൽ സ്മെല്ലാണ്. അഗെയിൻ സാറയിലെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. കാൽവിൻ ക്ലൈൻ, ഒരു അമേരിക്കൻ ബ്രാൻഡാണ് കാൽവിൻ ക്ലൈൻ. ഇത് EDT ആണ്. കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഇത് വെർത്താണ്. ഒബ്വിയസ്ലി ബ്രാൻഡാണല്ലോ. പിന്നെ ജെഫ് ആൻഡ് കോ, ഇതും നല്ല സ്മെല്ലാണ്. ഇതൊരു വുഡി അങ്ങനത്തെ സാധനം. ഇത് ഇവരുടെ പല സാധനമുണ്ട്. ഐക്കൺ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്. ഇത് ഹോം ബാർഗെയിൻസിൽ നിന്ന് വാങ്ങിച്ചത് നമ്മൾ. അടിപൊളിയാണ്. പിന്നെ ഇതും അതുപോലത്തെ മറ്റേ ഇമ്പൾസ് പോലത്തെ ഒരു കുഞ്ഞ് സ്പ്രേ, റോസ് ഊദിൻ്റെ ഒരു റോസി ഊദ് സ്മെല്ല്. ഇത് കുഞ്ഞ് സ്പ്രേ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് നമ്മൾ വാങ്ങിച്ചതും ഹോം ബാർഗെയിൻസിൽ നിന്നാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ടു ഷുവർ. ഇത് നമ്മൾ ഫ്രാഗ്രൻസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. UK ദ പെർഫ്യൂം ഷോപ്പ്, ദ ഫ്രാഗ്രൻസ് ഷോപ്പ്, ബൂട്ട്സ്, ഇതൊക്കെയാണ് ഒരു പ്രീമിയം ബ്രാൻഡ്സ് സെല്ല് ചെയ്യുന്ന, പ്രീമിയം പെർഫ്യൂംസ് ഫ്രാഗ്രൻസ് സെല്ല് ചെയ്യുന്ന സ്ഥലങ്ങൾ. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ പറയുന്ന ടോപ്പ് മാൻ ബെർഗമോട്ട് EDT. ഈ ടോപ്പ് മാൻ എനിക്കറിയാൻ പാടില്ല, ഞാനിത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇത് ഫുൾ പാക്ഡാണ് സംഭവങ്ങൾ. ഇത് ബെർഗമോട്ട് എന്ന് പറഞ്ഞ ഓറഞ്ചിൻ്റെ ഒരു സാധനമാണ്. സിട്രസ് ഫ്ലോറൽ സ്മെല്ലായിരിക്കും. ഇത് വാലന്റീനോ ബോണിൻ റോമ ഇൻറ്റൻസ്. ഇതും മറ്റേ ജീവയുടെ പെർഫ്യൂമിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിയതാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം, വർത്ത് ബൈയിങ് ആണ്. ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമാണ്. ചാർലി റെഡ് EDT റെവ്ലോൺ എന്ന് പറയുന്ന US ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് ചാർലി. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ബിൻ ഹൂറൻ. ഇത് തുറക്കാൻ പറ്റും.
ഇത് ഇങ്ങനെ തന്നെ വന്നത് കവറിങ്. ഇത് ഞാൻ ടിക്ടോക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ടിക്ടോക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. കണ്ട ഇതിൻ്റെ എന്താ പറയുക, പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ? ഇതും കാണാൻ അടിപൊളിയാണ്, സ്മെല്ലും അടിപൊളിയാണ്. ടിക്ടോക്കിൽ ഞാൻ വർക്ക് ചെയ്ത് ഇറങ്ങണ സമയത്ത് ലക്കീഷ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് ഇപ്പം ഭയങ്കര മണം. ഇത് ഞാൻ ഒരു പെർഫ്യൂം അടിച്ചത്. എന്ത് പെർഫ്യൂം? അവൾ എന്ത് ചെയ്താൽ പറയണില്ല. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ പേരറിയാൻ പാടില്ല. അപ്പോൾ മറ്റേ ബോട്ടിൽ കാണിച്ചപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് അപ്പം തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തിന് ടിക്ടോക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു, ബിൻഹൂറൻ. ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആണ് ഈ സംഭവം. ഇതിൻ്റെ സ്മെല്ല് എന്താ പറയുക, അടാറ് സ്മെല്ലാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല രീതിയിൽ ആൾക്കാരിലോട്ട് പെട്ടെന്ന് സ്മെല്ല് കിട്ടും. ഇത് ബർത്ത് ബൈ. ഇപ്പോൾ നമ്മുടെ പെർഫ്യൂമിൻ്റെ സെക്ഷൻസ് കഴിഞ്ഞു. ഇനി കംസ് നമ്മുടെ മോസ്റ്റ് അടിപൊളി സാധനം, ലിക്കർ. പക്ഷേ നമ്മൾ ആൾക്കൂടി 3 ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി 2 അല്ലെങ്കിൽ 3 നമുക്ക് ഇവിടെ നിന്ന് വാങ്ങണം, നമ്മുടെ ഡ്യൂട്ടി പെയ്ഡിൽ നിന്ന്. അവിടെ ആകുമ്പോൾ ടാക്സ് ഫ്രീ സംഭവങ്ങളുണ്ടല്ലോ. അബർഫെൽഡി ഹൈലാൻഡ് സ്കോച്ച് വിസ്കി, എക്സ്ക്യൂസ് മീ. ഇത് ഈ ഒരു പാക്കേജിലാണ് വരുന്നത്. ഹൈലാൻഡ് സിംഗിൾ മോൾട്ട് വിസ്കിയാണ് സംഭവം. ഹൈലാൻഡ്സ് എന്ന് പറയാൻ കാരണം സ്കോട്ട്ലൻഡിലെ ഹൈലാൻഡ്, ലോലാൻഡ്, ഐലൻഡ്സ്, ഐലേ എന്ന് പറയുന്ന 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് വരുന്ന, ഓരോ ഡിസ്റ്റിലറിയിൽ നിന്ന് വരുന്ന ഓരോ ഫ്ലേവർ പരിപാടികളായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വിസ്കി അടിക്കേണ്ട രീതിയിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ വിസ്കിയൊക്കെ കറക്റ്റ് ആ ഒരു ഗ്ലാസ്സിലൊക്കെ പകർന്ന് സ്മെല്ലൊക്കെ വായിലൊക്കെ ഒന്ന് വെച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. ഇത് 12 ഇയർ ഓൾഡാണ്. അപ്പോൾ ഓരോ വർഷവും കൂടുന്തോറും എന്താ പറയുക, പൈസയും കൂടും. അപ്പോൾ ഹൈലാൻഡിൽ നിന്ന് വരുന്ന സ്കോച്ച് വിസ്കിയാണ്, സിംഗിൾ മാൾട്ടാണ്. സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രെയിനായിരിക്കും. പിന്നെ നമ്മുടെ മാൾട്ടഡ് ബാർലി, പിന്നെ ഈസ്റ്റ്, വെള്ളം, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മാത്രമല്ല സ്കോച്ച് വിസ്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ സ്കോട്ട്ലൻഡ് ആയിരിക്കണം. സ്കോട്ട്ലൻഡിലെ ബാർലിയിൽ സ്കോട്ട്ലൻഡിലെ ഡിസ്റ്റിലറിയിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്യുന്ന, സ്കോട്ട്ലൻഡിലെ സ്പ്രിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്കോച്ച് വിസ്കി. പിന്നെയും ഒരു സ്കോച്ച് വിസ്കിയാണ് ദ ഫേമസ് ഗ്രൗസ്. സ്കോട്ട്ലൻഡിലെ ലോക്കൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു ഹണി ബി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം, അങ്ങനെ പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ വിസ്കിയാണ്. ഇതെനിക്ക് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇതിൽ അടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ അടിക്കാൻ പറ്റുന്നതായിരിക്കുന്നു. ഗ്രൗസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ ഗെയിമിംഗ് ബേർഡാണ് ഈ ഒരു ചുവന്ന ഗ്രൗസ്. ഇത് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി ആട്ടോ. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡിസ്റ്റിലറീസിൽ നിന്ന് പല എന്താ പറയുക ഗ്രെയിൻസ് ഉപയോഗിച്ച് ഡിസ്റ്റിൽ ചെയ്ത വിസ്കികൾ വെച്ചുണ്ടാക്കുന്നതാണ് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി. ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ജോണി വാക്കർ, ബ്ലാക്ക് ലേബൽ, ബ്ലൂ ലേബൽ, റെഡ് ലേബൽ, ഗ്രീൻ ലേബൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 12 ഇയേഴ്സ് ഓൾഡ് സിംഗിൾട്ടൺ എവിടെ നിന്നാണ്? സിംഗിൾ മാൾ സ്കോച്ച് വിസ്കി, സ്പേസ് സൈഡ്, സ്കോട്ട്ലൻഡ്. ഞാൻ പറഞ്ഞ ഹൈലാൻഡ്, ലോലാൻഡ്, ഐലൻഡ് കൂടാതെ സ്പേസ് സൈഡും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന അവിടുത്തെ ഡിസ്റ്റിലറിയിൽ നിന്ന് വരുന്ന ഒരു ബ്രാൻഡാണ് സിംഗിൾട്ടൺ. ഇതും 12 ഇയേഴ്സ് ഓൾഡാണ്. ഈ എന്താ പറയുക, ഈ വിസ്കിയൊക്കെ ഈ ഓക്ക് ബാരലിൽ വെച്ച് ഏജ് ചെയ്യാൻ വയ്ക്കുമല്ലോ. മിനിമം 3 വർഷമെങ്കിലും വെച്ചാൽ മാത്രമേ അതിനെ സ്കോച്ച് വിസ്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വിസ്കി, ഇപ്പോൾ ഐറിഷ് വിസ്കി, കനേഡിയൻ വിസ്കി, US വിസ്കി, ടെന്നസി വിസ്കി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ വിസ്കി നിർമ്മാതാക്കൾക്കും അവരുടെ ഏജിങ് പ്രോസസ് ഉണ്ടാവും. പക്ഷേ മിനിമം 3 വർഷം വെച്ചാൽ മാത്രമേ, 3 വർഷം ഓക്ക് ബാരലിൽ വെച്ചാൽ മാത്രമേ അതിന് വിസ്കി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് 12 ഇയേഴ്സ് വെച്ചേക്കണതാണ്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ വയ്ക്കും തോറും വിസ്കിയുടെ ടെക്സ്ചർ മാറും, ഫ്ലേവർ മാറും, എല്ലാം മാറും. അപ്പോൾ വിസ്കി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റോടുകൂടി കഴിക്കേണ്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതുവരെ നിർഭാഗ്യവശാൽ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. എനിക്കൊരു പുസ്തകം കിട്ടാനിടയായി, 100 വിസ്കീസ് ദാറ്റ് യു നീഡ് ടു ട്രൈ ബിഫോർ യു ഡൈ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു 100 വിസ്കികൾ അതിൻ്റെ എന്താ പറയുക ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
പിന്നെന്താ, പിന്നെ ഓരോ വർഷവും ഈ ഓക്ക് ബാരലിൽ വെച്ചിരിക്കുന്ന ഈ വിസ്കികളിൽ നിന്ന് വിസ്കി ഇവാപ്പറേറ്റ് ആയി പോകും. ഏഞ്ചൽ ഷെയർ എന്ന് അതിനെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 4% കണ്ടാണ് ഇവാപ്പറേറ്റ് ആയിട്ട് പോകണം. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് വില വരുന്ന വിസ്കികളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ആ ബാരൽ ഒരു 100 ബാരൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 50% അല്ലെങ്കിൽ 20% വിസ്കി അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിക്ക് ഇവാപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോഴാണ് വിസ്കിയുടെ കഥ പറഞ്ഞാൽ തീരില്ല. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത് കൂടാണ്ട് കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ സാധനങ്ങളും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ബാക്കി വിശേഷം നാളെ ഇത് പാക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സീ ഇറ്റ്. നമ്മൾ ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെ നീറ്റായിട്ട് പാക്ക് ചെയ്യാമെന്ന്. പിന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം എന്നെ ക്ഷമയോടെ കേട്ട എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി.